തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം കണ്ടു, നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കയറാനുള്ള റോഡിൻ്റെ അവസ്ഥ കണ്ടു. കയറിക്കഴിഞ്ഞ് അകത്ത് കയറിയാൽ ബെഡ്റൂമിൻ്റെ അവസ്ഥ, ബാത്റൂമിൻ്റെ അവസ്ഥ. താഴത്തെ ബാത്റൂമിൻ്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റും അതിനോട് ചേർത്തിട്ടിരിക്കുക. ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഈ സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. സാധാരണക്കാരൻ്റെ മക്കളാണ്. അവർക്ക് ഇങ്ങനെ മതി എന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം. സർക്കാർ വേണ്ട നടപടിയെടുക്കണം. എവിടെയെങ്കിലും കുട്ടികളെ സർക്കാരിൻ്റെ ചെലവിൽ സംരക്ഷിക്കണം. അതാണ് ഇവിടെ അനിവാര്യമായിട്ട് വന്നിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ. ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അവർ തീരുമാനിക്കട്ടെ. പക്ഷേ സർക്കാരിൻ്റെ ചെലവിൽ വേണം ഇവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കുവാൻ. ഇതിൻ്റെ പേരിൽ അവരെ തെരുവിൽ ഇറക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. കാരണം ഇവരുടെ ഫ്യൂച്ചറിൻ്റെ കൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ അവസ്ഥ അതുകൊണ്ടാണ് ഇവിടെ ഒരിക്കൽ കൂടി വരുവാനുള്ള സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ ചർച്ചകളിലൊക്കെ മാധ്യമങ്ങൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വന്നത്. നിങ്ങളും കണ്ടു പൊളിഞ്ഞിരിക്കുന്ന കെട്ടിടം. അല്ലാതെ ഇപ്പം പറഞ്ഞത് ഞാൻ ഒരു കുറ്റിയില്ലാത്ത ബാത്റൂം, അത് ആഡംബരമാണെന്നാണ് പറഞ്ഞത്. കുറ്റി ആഡംബരമാണെന്നാണ് പറയുന്നത്. എന്ത് പറയാൻ. അപ്പം ഇവിടുത്തെ സാധാരണക്കാരൻ ചികിത്സ തേടുന്ന മെഡിക്കൽ കോളേജിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടു. 12-ാം വാർഡിൽ അവിടുത്തെ ബാത്റൂം ഇടിഞ്ഞു വീഴാനിരിക്കുന്നു. 18-ാം വാർഡിൽ അതേ സാഹചര്യം. ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ സാധനങ്ങളും തകർന്നിരിക്കുന്ന മട്ടിൽ നിൽക്കുന്നു. ഇവരെ സർക്കാർ സംരക്ഷിച്ചില്ല പിന്നെ ആര് സംരക്ഷിക്കും? ഇവിടെ നാളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആര് മറുപടി പറയും? അതുകൊണ്ട് ഇവരെ സർക്കാർ ചെലവിൽ തന്നെ സംരക്ഷിക്കണം. ഇവിടെ എന്താണ് ഫർദർ വേണ്ടതെന്ന് സർക്കാർ ആലോചിക്കണം. ഇവരെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാനാവത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പിന്നെ പറയരുത്. ഈ ഓൾഡ് ബ്ലോക്കിൽ നിന്ന് കുട്ടികളെ മാറ്റി താമസിപ്പിക്കണ്ടേ? ഇത്രയും അപകടാവസ്ഥയിലല്ലേ അവരിപ്പോൾ ആ റൂമിൽ കഴിയുന്നത്? തീർച്ചയായിട്ടും അപകടാവസ്ഥ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സർക്കാർ എന്ത് വേണം, സർക്കാർ ഇതിൻ്റെ ഫിറ്റ്നസ് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സർക്കാർ സ്വന്തം ചെലവിൽ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കും. അത് അവർ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചല്ലോ. ഈ റോഡിൻ്റെ കാര്യത്തിൽ റോഡ് 5 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? അതുപോലെ തന്നെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഹോസ്റ്റലിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചോടരുത്. ഇവിടെ ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചോടുകയാണ്. അടി തൊട്ട് മേൽ വരെ ആ ബിൽഡിംഗ് 2 ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ് ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം. അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഒരു മെയിൻ്റനൻസിനപ്പുറം ഇവരെ മാറ്റി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യം? പുതിയൊരു ബിൽഡിംഗ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്ത് ചെയ്യും? ഇവരെ സർക്കാർ ഇതിൻ്റെ പേരിൽ പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സംബന്ധിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിൻ്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഈ നാടിൻ്റെ വിദ്യാർത്ഥികളാണ്, സാധാരണക്കാരൻ്റെ മക്കളാണെന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ സർക്കാരിൻ്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. അതിലേക്ക് ഞാൻ ഇപ്പം അതിൻ്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പറയട്ടെ, അതിൻ്റെ ഫിറ്റ്നസ് ഇവാലുവേറ്റ് ചെയ്ത് സർക്കാർ പറയട്ടെ. സർക്കാർ പറഞ്ഞ് അതിന് വേറെ വ്യവസ്ഥിതി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവരെ മാറ്റാൻ പാടുള്ളൂ. വ്യവസ്ഥിതിയില്ലാതെ വഴിയിലിറക്കി വിടാൻ പറ്റത്തില്ല. ഒരു കാര്യം, ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞു. ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് അറിയുന്നില്ല, ആർപ്പുകര പഞ്ചായത്ത് അറിയുന്നതേ ഇല്ല, അവരോട് ആരും പെർമിഷൻ ചോദിക്കാറുമില്ല. അപ്പോൾ പിന്നെ പഞ്ചായത്തിനകത്ത് എത്രമാത്രം ഉത്തരവാദിത്തമില്ല. അതൊരു വലിയ ഗുരുതരമായ വീഴ്ചയല്ലേ? അല്ല, അത് സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട കാര്യമാണ്. സർക്കാർ അതിന് ഉത്തരം പറയണം. അവസാനം ഒരു സംഭവം എങ്ങാനും ഉണ്ടായതിനു ശേഷം ആരും കാണിച്ചില്ല എന്ന് പിന്നെ പറയരുത്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. സർക്കാരിൻ്റെ മുന്നിൽ ഇനി ബോള് സർക്കാരിൻ്റെ കോർട്ടിൽ, ഇനി തീരുമാനം സർക്കാർ എടുക്കണം.
ഈ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ മാറ്റി താമസിപ്പിച്ച് എന്താണോ മറു സംവിധാനം ആ സംവിധാനം ഒരുക്കിയിട്ട് മാത്രമേ സർക്കാരിന് ജനങ്ങളെ നേരിടുവാൻ സാധിക്കത്തുള്ളൂ. അതാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്.